പത്തനംതിട്ട കുന്നന്താനത്ത് ഉത്സവത്തിനിടെ സംഘർഷം. ഇന്നലെ ശിവരാത്രി ആഘോഷത്തിനിടെ നടക്കൽ ക്ഷേത്ര പരിസരത്തെ ഗാനമേളയ്ക്കിടെയാണ് സംഘർഷമുണ്ടായത്. പോലീസ് അകാരണമായി മർദ്ദിച്ചെന്നാണ് പരിക്കേറ്റവരുടെ പരാതി. പുറകിൽ എന്താ നടക്കുന്ന പറഞ്ഞാൽ പുറകോട്ട് നടക്കുമ്പോഴത്തേക്ക് ഇവർ വേറൊരു പുതിയ എക്സ്ട്രാ ഒരു പോലീസ് ജീപ്പിനകത്ത് കുറെ ആളുകൾ വന്നിട്ട് അവരെന്നെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയായിരുന്നു. എന്റെ തലയ്ക്ക് ഇന്നലെ ഞാൻ തിരുവല്ല ഗവൺമെന്റ് തിരുവല്ല താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിൽ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് BP കണ്ടവരെ ഷൂട്ടൗട്ട് വന്നിട്ട് ഇപ്പം തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലാണ്. ഇപ്പം ഇത് തലയ്ക്ക് നല്ല പരിക്കുണ്ട്. പുറമെല്ലാം ലാത്തി കൊണ്ട് അടിച്ചതിന്റെ പാട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇല്ല. ഞാൻ ഇപ്പൊ അങ്ങനെ ഓടണമെന്ന് പറഞ്ഞിട്ട് അടിച്ചപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാല് ഞാൻ പോകേണ്ട വഴിയിലല്ലായിരുന്നു ഞാൻ നിന്നിരുന്നത്. ഞാൻ ക്ഷേത്രത്തിന്റെ സമീപത്തോട്ട് റോഡിലാണ് നിന്നിരുന്നത്. അപ്പൊ എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് പോലീസുകാർ വന്ന വഴിയിലേക്ക് എനിക്ക് പോകാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് പോകേണ്ടത്. എന്നാൽ ആരോപണം പോലീസ് നിഷേധിച്ചു. ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്നാണ് വിശദീകരണം. പത്തനംതിട്ടയിൽ നിന്ന് മേഘന മുരളി ചേരുന്നു. മേഘന മുരളി, ഗാനമേളയ്ക്കിടെ സംഘർഷമുണ്ടാകുന്നു, കുറച്ചുപേർക്ക് മർദ്ദനമേൽക്കുന്നു, പോലീസാകട്ടെ ഈ സംഘർഷം ഒഴിവാക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന വിശദീകരണം അവർ നൽകുന്നു. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ മേഘന? അതിൽ പ്രധാനമായും നമ്മുടെ മുന്നിൽ രണ്ട് വിഭാഗങ്ങളുടെയും, അത് ഈ പരിക്കേറ്റവരുടെയും പോലീസിന്റെയും വിശദീകരണമുണ്ട്. അതിൽ ഈ കുന്നന്താനത്തിനടുത്തുള്ള നടക്കൽ ശിവക്ഷേത്രത്തിൽ ഇന്നലെ ഉത്സവമായിരുന്നു. അതിൽ ഗാനമേളയുമായി ബന്ധപ്പെട്ടാണ് ഒരു സംഘർഷം ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നത്. അതിൽ ഈ പരിക്കേറ്റവരുടെ പരാതി, പരിക്കേറ്റത് തിരുവല്ലയ്ക്കടുത്തുള്ള കീഴായിപ്പൂർ സ്വദേശിയായിട്ടുള്ള ഷാബോസ് ഡേവിഡാണ്. അദ്ദേഹത്തിന്റെ പരാതി എന്ന് പറയുന്നത് പോലീസ് അകാരണമായി മർദ്ദിച്ചു എന്നുള്ളതാണ്, ലാത്തി കൊണ്ട് മർദ്ദിച്ചു എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങളിലും കാണാൻ കഴിയുന്നത് മർദ്ദിച്ച പാടുകളുണ്ട്. അതുപോലെ തന്നെ തല പൊട്ടി ചോരയൊലിക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ കാണാനുണ്ട്. അങ്ങനെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ഒരു പ്രകോപനവുമില്ലാതെ മർദ്ദിച്ചു എന്നുള്ളതാണ് ഇവരുടെ പരാതി എന്ന് പറയുന്നതും. ഷാബോസ് ഡേവിഡ് എന്ന് പറയുന്ന ആൾക്കാണ് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ കിഴായിപ്പൂർ പോലീസ് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ ആരോപണങ്ങളൊക്കെ നിഷേധിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ മദ്യപിച്ച് അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നു. അത് തടയാനാണ് പോലീസ് ശ്രമിച്ചത് എന്നുള്ളതാണ് കിഴായിപ്പൂർ പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാതിയായി ഒരു വിശദീകരണമായി വരികയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സംഘർഷം ഉണ്ടാക്കിയവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അതിൽ ഈ പരിക്കേറ്റത് ഈ സംഘർഷത്തിലാണ്, രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലാണ് പരിക്കേറ്റത് എന്നുള്ളതാണ് പോലീസിന്റെ വിശദീകരണം. പക്ഷേ ഈ പരിക്കേറ്റവർ പറയുന്നത് അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഈ ഫോൺ സംഭാഷണം കേട്ടതുപോലെ തന്നെ അകാരണമായി പോലീസ് മർദ്ദിച്ചു, തലയ്ക്കടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ദൃശ്യങ്ങളിലും എന്തിനു മർദ്ദിച്ചു എന്നുള്ള കാര്യം ഈ പരിക്കേറ്റ ഷാബോസ് ഡേവിഡ് അടക്കം പോലീസിനോട് ചോദിക്കുന്നതും പോലീസിന് അത് ഉത്തരമില്ലാതെ നിൽക്കുന്നതും ഈ ദൃശ്യങ്ങളിലുണ്ട്. പക്ഷേ അതിലെന്താണ് സത്യാവസ്ഥ എന്നത് പോലീസ് ഇതുവരെ പോലീസ് പറയുന്നത് പോലീസ് സംഘർഷം ഒഴിവാക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമാണ്. പക്ഷേ ഈ പരാതിക്കാരുടെ ഭാഗം എന്ന് പറയുന്നത് അകാരണമായി മർദ്ദിച്ചു, തല പൊട്ടി ചോരയൊലിച്ചു, അതുകൊണ്ട് തന്നെ നിയമപരമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം കൂടിയാണ് വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.